നമ്മൾ കക്ക നീറ്റി കുമ്മായ വെക്കാണ്ട് പോകാം കേട്ടോ. ഇത് ഏലത്തിനിടാൻ വേണ്ടിയാണ്. മണ്ണിൻ്റെ pH ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കുമ്മായ ഇടുന്നത്. പിന്നീടാണ് നമ്മൾ വളമൊക്കെ ഇടുന്നത് കേട്ടോ. മാസ്കൊക്കെ വെച്ചാണ് ചെയ്യാൻ കേട്ടോ. അതിൽ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. ഇത് പഴയൊരു വാഷിംഗ് മെഷീൻ്റെ തകട കേട്ടോ. അതിലേക്ക് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ കുമ്മായ ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ കൈ കൊണ്ട് തളിച്ച് കൊടുത്താൽ മതി. പച്ചവെള്ളം മതിയാവും. നല്ലതായിട്ട് തന്നെ തളിച്ച് എല്ലായിടത്തും എത്തുന്ന വിധത്തിലേ. എന്നിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഇതാണ്. ഈ കക്ക അങ്ങോട്ട് പൊടിയാൻ തുടങ്ങും. ഉണ്ടോ, പൊടിഞ്ഞ് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് എല്ലാം പൊടിഞ്ഞ് കുമ്മായ ആവുന്നുണ്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കുമ്മായ നീറ്റാനായിട്ട് കേട്ടോ. നമ്മുടെ ഏലത്തിൻ്റെ കേട് മാറാനും അതുപോലെ തന്നെ ഒരു വളം കൂടെയാണ്. കാൽസ്യം ഉള്ളതുകൊണ്ട് ഇത് വളം കൂടെയാണ്. നല്ലതായിട്ട് വേര് വരാനും പിന്നെ വളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനും കുമ്മായിട്ട് നല്ലതാണ് കേട്ടോ. ഏലത്തിന് മറ്റു വിളകൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഏലത്തിനിടാൻ വേണ്ടി കേട്ടോ. മഴക്കാലം തുടങ്ങുന്ന ഘട്ടത്തിൽ കുമ്മായ ഇട്ടിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യാറ്. വളമിടലും ഒക്കെ ചെയ്യാറ്. നല്ലതായിട്ട് വേര് വരും, അതാണ് ഇതിൻ്റെ ഗുണം. അല്ലാതെ നമ്മൾ ചുമ്മാ കൊണ്ട് വളം ഇട്ട് കഴിഞ്ഞാൽ ഈ വളമൊന്നും ഈ ചെടി എടുക്കത്തില്ല. വേറെ ഉണ്ടെങ്കിലേ വളം എടുക്കത്തുള്ളൂ. അതുപോലെ അഴുകലോ അങ്ങനെയുള്ള കേടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറി ചെടിയൊന്ന് സെറ്റാകും കേട്ടോ.